കയറിയവരായിരിക്കും കുറെ പേരും. അപ്പോൾ ഞാൻ ജസ്റ്റ് പറയുകയാണ്, ഇതാരെയും അല്ലെങ്കിൽ ഇതുകൊണ്ട് ബ്രസീൽ ഫാൻസും പോർച്ചുഗൽ ഫാൻസും ഒന്നും ഇറിറ്റേറ്റ് ആകരുത്. ഇത് ഒരു കോഡ് മാത്രമാണ്. ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കണക്റ്റ് ആയി. അങ്ങനെ കണക്റ്റ് ആയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കോഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ വിഷമിപ്പിക്കാനോ അങ്ങനെ ഒന്നുമല്ല. പിന്നെ ഇപ്പൊ ഹോട്ടായിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണല്ലോ ഇത്. ഇപ്പൊ ഫിഫ വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഓഷൻ കറണ്ട് എന്ന് പറഞ്ഞൊരു ടോപ്പിക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഡൊക്കെ വെച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് തിയറി ആയിട്ട് പഠിക്കാം. ഞാനിപ്പോ അതിനകത്ത് ഓഷ്യൻ കറണ്ടിന്റെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി, നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഓഷ്യൻ കറണ്ടിനകത്ത് വാം കറണ്ടും ഉണ്ട്, കോൾഡ് കറണ്ടും ഉണ്ട്. അപ്പൊ ഞാൻ വാം കറണ്ടിന്റെ കോഡ് പറഞ്ഞു. അപ്പൊ വാം കറണ്ട് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നിങ്ങൾക്ക് കോൾഡ് കറണ്ട് ആണെന്ന് പഠിക്കാമല്ലോ. ഓക്കെ, ബാക്കി ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. വീണ്ടും എടുത്തു പറയാണ്, ആർക്കും ഇതൊരു എന്താ പറയുക, ആർക്കെങ്കിലും ഇത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് സോറി പറയുകയാണ്. കാരണം ചിലപ്പോൾ അവർക്ക് ഇത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാം. നമ്മൾ ഫുട്ബോൾ വേൾഡ് കപ്പ് കണ്ടവർക്ക് ഈ ഒരു സാധനം ഞാനിപ്പോൾ പറയുന്ന കോഡ് നന്നായിട്ട് കണക്ട് ആകാൻ നല്ല ചാൻസ് ഉണ്ട്. മറക്കാതിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ ഫുട്ബോള് വിഷയങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഫുട്ബോൾ വിഷയങ്ങൾ നന്നായിട്ട് തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാം കറണ്ടിനെ പറ്റിയാണ്. വാം കറണ്ട്. ഓക്കെ, വാം കറണ്ട് ഏതൊക്കെയെന്ന് നമ്മൾ തിയറി ആയിട്ട് NCERT ബേസ് ചെയ്ത് പറഞ്ഞു. ഇതിപ്പോ കോഡ് മാത്രമായിരിക്കും. അപ്പൊ നിങ്ങൾ ഫുട്ബോൾ നന്നായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുക. ഫുട്ബോളിനകത്ത് ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മാച്ച് ഉണ്ടായിരുന്നു അല്ലെ. അത് ബ്രസീൽ ജയിച്ചു. അത് കഴിഞ്ഞിട്ട് ബ്രസീൽ വേഴ്സസ് നോർവേ മാച്ചിലാണ് ഈ ബ്രസീൽ മൂഞ്ചിത്തെറ്റി പുറത്താകുന്നത് അല്ലെ. ഈ ഒരു മാച്ച് കാരണം അവർ മൂഞ്ചിത്തെറ്റി പുറത്താകുന്നു. പിന്നെ അർജന്റീന ഇങ്ങനെ കയറി വരുന്നതുകൊണ്ട് ബ്രാച്ചുകൾ എന്ന് പറയുന്ന ടീം വന്നു അല്ലെ. ബ്രാച്ചുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസീലും നമ്മുടെ പോർച്ചുഗലും ചേർന്നിട്ട് ബ്രാച്ചുകൾ. അപ്പൊ ഇവര് അസ്വസ്ഥരാണ്. ഈ ബ്രാച്ചുവൽ ഫാൻസ് അസ്വസ്ഥരാണ്. എന്തിന്? അവരുടെ ഇഷ്ടപ്പെട്ട ടീം പുറത്തായത് കൊണ്ട് അസ്വസ്ഥരാണ്. ഓക്കെ, ഈ ഫാൻസ് ഓക്കെ അല്ലേ. മൂഞ്ചിത്തെറ്റിക്ക് വരാൻ വേറൊരു വേർഡ് യൂസ് ചെയ്യാം, പക്ഷെ അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതായിരുന്നു പക്കയായിട്ട് ഈ കോഡ് സെറ്റ് ആക്കി എടുക്കായിരുന്നു. അപ്പൊ നമ്മൾ വാം കറണ്ട് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ബ്രസീൽ, സിമ്പിൾ ആയിട്ട് വിളിച്ചു. ഇനി ജപ്പാന്. നിങ്ങൾ ജപ്പാൻ സിനിമയൊക്കെ കാണുമ്പോഴത്തേക്ക് സിനിമയൊക്കെ കാണുമ്പോഴത്തേക്ക് അതിനകത്ത് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ അതേ ടൈപ്പ് ഒരു പേരാണ് കുറോഷിയോ. ജപ്പാൻ പേരല്ലേ, ഇത് വിഷയമില്ലല്ലോ, ജപ്പാൻ പേരാണ്. അപ്പൊ ജപ്പാൻ കുറോഷിയോ വാം കറണ്ട്. ദെൻ നോർവേയിൻ കറണ്ട് വാം കറണ്ട്. ഇനി എന്താ ഞാൻ പറഞ്ഞ ബ്രാച്ചുകൽ ഫാൻസ്. ഓക്കെ, ബ്രാച്ചുകൽ ഫാൻസിൽ ഗാല് ഗാല് ഗാൽ എന്ന് പറയുമ്പോൾ എന്താ, ഗൾഫ് ഓഫ് സ്ട്രീം വാം കറണ്ട് ആണ്. ഇനി അതിൽ തന്നെ ഒരു ഏലുണ്ട് അല്ലേ. ഏല് സത്യം പറഞ്ഞ രണ്ടെണ്ണത്തിനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന് അലാസ്ക. നിങ്ങൾ കേട്ടിട്ടില്ല അലാക്കിൽ അവലും കഞ്ഞി എന്ന് പറഞ്ഞിട്ട്, തോറ്റിട്ട് അലാക്കിൽ അവലും കഞ്ഞി എന്ന് പറഞ്ഞെന്ന് വിചാരിച്ചാൽ മതി. അലാസ്ക. അടുത്തെന്താണ്? അഗുൽഹാസ്. അഗുൽഹാസ്. ഈ വേടിന്ന് തന്നെ പിടിക്കാം. ഇനി അസ്വസ്ഥരാണ് AUS. അസ്വസ്ഥരാണ് ഓസ്ട്രേലിയൻ കറണ്ട്, ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട്. ദെൻ എന്ത് ചെയ്തു? മൂഞ്ചിത്തെറ്റി മൊസാംബിക്കു കറണ്ട്. ഓക്കെ, ഇതാണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്ന വാം കറണ്ട്. ഒന്നുകൂടി പറയാം, ബ്രസീൽ വേഴ്സസ് ജപ്പാന്, ബ്രസീൽ വേഴ്സസ് നോർവേ മാച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ബ്രസീൽ വേഴ്സസ് ജപ്പാൻ എന്ന് പറയുമ്പോൾ ബ്രസീൽ കറണ്ട് ഉണ്ട്, കുറേഷ്യ കറണ്ട് ഉണ്ട്, തീ പിടിക്കുന്ന വിഷയമാണ്. ഇപ്പൊ നോർവേയൻ കറണ്ട്. ഓക്കെ, മൂഞ്ചിത്തെറ്റി മൊസാംബിക്കു കറണ്ട്. ദെൻ ബ്രാച്ചുകൽ ഫാൻസ് അസ്വസ്ഥരാണ് ബ്രസീല്. ദെൻ ഗാല് ഗൾഫ് ഓഫ് സ്ട്രീം, AL അലാസ്ക, അഗുൽഹാസ് അസ്വസ്ഥരാണ് AUS ഓസ്ട്രിയ, നോർത്ത് ഈസ്റ്റേൺ ഓസ്ട്രിയൻ കറണ്ട്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള വാം കറണ്ട്. വാം കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് ഗോൾഡ് കറണ്ട് ആണെങ്കിൽ വലിയ വിഷയം വരത്തില്ല.